അനുജോ നീ പൊക്കോ, ഞാനൊരു വീഡിയോ എടുത്ത് പോരാം. പെട്ടെന്ന് നീ പൊക്കോ. ശരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യം പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ മണ്ണ് തിന്നും. പാതകത്തിന് താഴെ എന്നെ കാണാത്ത ഇത്രയും നൂളുണ്ടല്ലോ. വേറെ ആരെങ്കിലും വിളിക്കും. പാമ്പ് കയറി പാമ്പ് എവിടെ? അങ്ങോട്ട് പോയി എടാ, അടുക്കളയിൽ പാമ്പ് കയറിയാക്കുവാന്ന്. ഇറങ്ങി നേരെ ഗോപിയുടെ അടുക്കളയിലോട്ടാണോ പോന്നെ? ഞാൻ വരുവാ. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ അവിടെ എന്നാ? പാമ്പ്. പാമ്പ് പാമ്പാ? പൊടിയാത്ത എന്നിട്ട് പാമ്പിനെ കൊണ്ട് ഞാൻ മേടിക്കണോ? അത് അതെ, ഇതിന് വെള്ളം ഒഴിച്ച വാടി വെക്കുന്നുണ്ടോ ഉള്ളത്? എടാ, ഇത് വിഷപ്പാമ്പാ കേട്ടോടാ. അത് നിനക്കെന്നെ എത്ര ഉറപ്പ്? വിഷമില്ലാത്തവൻ വലിയ വേഷം കെട്ടിന് നിൽക്കാല. വേഗം സ്ഥലം വിട്ടാനെ. ഇതിപ്പോ പോകാത്ത സ്ഥിതിക്ക് വന്നവൻ വിഷമാ. പറഞ്ഞു ഗോപിടം നല്ല ജീവികളെ ഉള്ളതുള്ളതുപോലെ പറയണ്ടേ ഫിലിപ്പ് സാറേ? ഗോപി, എടാ ഗോപി, വാ നമുക്കൊന്ന് പോയി നോക്കാം. ഞാനൊന്നുമില്ല. എടാ അകത്തോട്ടല്ലെന്ന് പുറത്തോട്ട് വാ. എന്റെ ഒരാളാവുന്നു പിടിവാ. എങ്ങോട്ടാ വെനിച്ച? എടി, നീ കേട്ടില്ലേ? എടി, അപ്പുറത്ത് പാമ്പ്. ഞാൻ ഈ പ്രാർത്ഥന അറിയാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഓ, വെനിച്ചൻ പാമ്പിന് പിടിക്കോ? ഇല്ല. പിന്നെ തല്ലിക്കൊല്ലുവോ? അയ്യോ ഇല്ല. പിന്നെ എന്നാത്തിന് അങ്ങോട്ട് പോടി പോന്നേ? അല്ല, അയലൊക്കത്ത് ഒരു പാമ്പ് കയറിയിട്ട് ഒന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു സോഷ്യൽ അനിമൽ നിലയിൽ നമുക്കില്ലേ? ബെന്നിച്ച, ഇവിടുത്തെ പപ്പായും അവിടുത്തെ ഗോവിച്ചനും കൂടെ നമ്മുടെ കല്യാണത്തിൽ നിന്നൊരു മുട്ട വാഴ കൊണ്ടാക്കി ആടിച്ച് പീരിഞ്ഞ് ചീഞ്ഞ് പുഴുത്തിരിക്കുക. അതിന്റെ ഇടയ്ക്കോട്ട് പോയി കേരള അങ്ങോട്ട്. അടിയോ? എന്നത്ര അടിയുണ്ടായേ? കഥയൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് അങ്ങേറെ ആട്ടി മേടിച്ച് ഉള്ള വില കളയരുത്. കേട്ടോ? കേട്ടോന്ന് എന്ന് വാങ്ങി. എന്റെ വേറെ അങ്ങ് മാറുന്നില്ലെന്നേ. ഇത്രയും നീളമുണ്ട്. അത്രയും നീളമുണ്ടെങ്കിൽ എന്തായാലും ഇത് പെരുമ്പാമ്പായിരിക്കും. പെരുമ്പാമ്പായിരിക്കും. മൂർഖൻ പാമ്പ് ആവാം. മൂർഖനാന്നാ തോന്നുന്നു. മൂർഖൻ പാമ്പ് നീളം ഉണ്ടായിരുന്നു.
പാമ്പിനെ ശരിക്കും ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടം കണ്ടായിരുന്നു സാറേ. അന്നേരത്തേക്ക് എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിന്റെ മേത്ത് ഇങ്ങനെ വളയം വല്ലതായിരുന്നോ അതോ വല്ല ഡിസൈനും ആയിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല. ആഹാ. അച്ചായിക്ക് വിളിക്കാൻ വെള്ളം അടുപ്പേ കയറ്റാൻ ചെന്നപ്പോ അത് അടുക്കള നിലത്ത് കിടക്കുമായിരുന്നേ. അടുപ്പയിലെ വെട്ടത്തി ഏതാണ്ട് നിലത്ത് കിടന്ന് തിളങ്ങുന്ന കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പൊ വെള്ളക്കല്ല എന്റെ താഴെ വീണു. അന്നേരം അത് കഴിഞ്ഞാൽ പാതകത്തിന്റെ അടിയിലോട്ട് കയറിപ്പോയി. അത് ശരി. ഈ പാമ്പിന്റെ പേരും അഡ്രസ്സും ചോദിച്ചോണ്ടിരിക്കാതെ അതിനെ അങ്ങോട്ട് കയറി തല്ലിക്കൊന്ന ഈ പ്രശ്നം തീരുവല്ലേ? എടാ അതല്ലടാ, ഒന്നാമത് ഇപ്പൊ അപ്പുറത്ത് റെയ്ഡ് നടന്നേ ഉള്ളൂ. അതെ. ഇനി വല്ലനും കയറി തല്ലിക്കൊന്നിട്ടേ വംശാശ ഭീഷണി വരുന്ന മാമാന്നോ മാങ്ങാണെന്ന് പറഞ്ഞ് കടലാസ് ഭീഷണി കൊടുത്താലേ കോടതി വരാൻ തീരും എല്ലാത്തിന്റെ ജീവിതം. തൽക്കാലം ഇപ്പൊ തല്ലുകൊല്ലൊന്നും വേണ്ട. പിടിച്ചുകൊണ്ട് കാട്ടിലെ വല്ലം അതാ സേഫ്. അയാള് മാത്രമല്ലോ ഇവിടെ, വേറെ വല്ലവരും നോക്കാം നമുക്ക്. ഈ വീട് വേറെ ആൾക്കാരുണ്ടല്ലോ. ഉണ്ടോ? എന്നാലും എന്നാ നീ പോയി വിളിച്ചോളാ അങ്ങനെ. എന്നാ പിന്നെ മണക്കാ നിക്ക്. നമ്മുടെ കയ്യില് വല്ലവരും ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ വേറെ ആട്ടെന്ന് പറ. വല്ല കാര്യം ഉണ്ടായിരുന്നു. നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ജനലും വാതിലോ കറച്ചിടണമെന്ന്. കണ്ടോ ഇപ്പൊ അഴിഞ്ഞു കയറിയല്ലേ? ഞാനങ്ങ് പേടിച്ചു പോയെന്നേ. എന്നാ പാമ്പായിരുന്നറിയോ? എടാ ജോബി, നിന്റെ വലിയ ജീവനുണ്ടോ? പരമേശ്വരൻ ചേട്ടനാണെ കിടപ്പിലായി പോയി. തല്ലിക്കൊല്ലാനാണ് ഞാൻ ഇപ്പൊ തീർത്ത് തരാറ്. അല്ല അത് സാറ് പറഞ്ഞാലേ ഇപ്പൊ പറ്റിയല്ലോ. എടാ തല്ലിക്കൊല്ലാണെങ്കിൽ സാറ് പറഞ്ഞു കേട്ടില്ലേ? അതിന്റെ പുറകെ കണ്ടതല്ലേ? എടാ നമ്മുടെ ആ പുളിക്കല ശിവയുടെ ഇരി വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഇതുപോലെ ഏതാണ്ട് കിടുപിടി പരിപാടി കാണിച്ചിട്ട് ഇന്നാള് മങ്കു എന്നൊരു പാമ്പിനെ പിടിച്ചായിരുന്നു. എന്നാ അവനെ ഇങ്ങോട്ട് വിളിക്കാം, കാര്യം നടക്കട്ടെ. അവന്റെ നമ്പറാണ് എന്റെ കയ്യിലുണ്ട്. എന്നാ സാർ സംസാരിക്കാം. ഹലോ. സൈഡ് തരണേ. ആരെന്നെ വിളിച്ചു? ഞാനാ വിളിച്ചു. ഞാനാ. ആരാ ആദ്യം പാമ്പിനെ കണ്ടത്? ഞാനാ കണ്ടേ. നമ്മളാണോ? ഓക്കെ. കണ്ട പാമ്പ് ഇതിലേതെങ്കിലും ആണെങ്കിൽ എന്നോടൊന്ന് പറയണം. ഒറ്റ മിനിറ്റ്. ബേബി, ഞാൻ റെസ്ക്യൂലാണ്, തിരിച്ചു വിളിക്കാം. ലവ് യു. കണ്ട പാമ്പ് ഇതിലേതെങ്കിലും ആണോ ഒന്ന് നോക്കി. ഇതാണോ? ചുരുട്ടമണ്ഡലി അല്ല. വെള്ളിക്കെട്ടൻ? ഇത് ചേനത്തണ്ട്. ഇതാണോ? ഇതാണോ നോക്കി. അതിന് പാപ്പം കണ്ടു. ഞാൻ കണ്ടില്ല. അല്ല. ഒന്ന് ശരിക്കും നോക്കി. ഇതാണോ? ഇതോ? അയ്യോ, സേവ് ദ ഡേറ്റ് ഫോട്ടോ. മുഴുമുക്കം കുഴിമണ്ഡലിയല്ല. ഇതാണോ സാധനം? ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓ മൈ ഗോഡ്, എന്നാ പറ്റി? അപ്പൊ എന്റെ ഊഹം ശരിയായിരുന്നു. ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേക ഇനം പാമ്പ്, ഗബൂൺ വൈപ്പർ അഥവാ ബെറ്റിസ് ഗബോണിക്ക. പക്ഷെ അത് ആഫ്രിക്കൻ തെള്ളിത്തോട് വരെ എങ്ങനെ വന്നു? എനിവേസ്, എന്റെ ടൂൾസ് ഒന്ന് സെറ്റാക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണം. അത് ചവിട്ടല്ലേ? ഞാനിവിടെ 10ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ള. അത് മലയാളല്ലേ? അതിപ്പോ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ?